ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിലെ നെങ്കോംബയിൽ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഭാര്യയുടെ മരണത്തിന് ഉത്തരവാദികളായവർക്ക് മാപ്പ് നൽകിക്കൊണ്ട് തദ്ദേശവാസിയായ പ്രിങ്ത ജയകുടി. കൊല്ലപ്പെട്ടവർ ദൈവത്തിനു വേണ്ടിയാണ് തങ്ങളുടെ ജീവിതം സമർപ്പിച്ചതെന്നും കൊലയാളികളോട് ക്ഷമിച്ചെന്നും പ്രിങ്ത വ്യക്തമാക്കി. നെഗംബോയിലെ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ ദിവ്യബലിയിൽ സംബന്ധിക്കുമ്പോഴായിരുന്നു പ്രിങ്തയുടെ ഭാര്യ ഉൾപ്പെടുന്ന 150 പേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനം നടന്നത്. ഭാര്യയുടെ മരണം ഉൾക്കൊള്ളാൻ നാളുകൾ വേണ്ടി വന്നെങ്കിലും ഇപ്പോൾ പ്രിങ്തയുടെ ക്രിസ്തീയ സാക്ഷ്യം സ്ഫോടനത്തിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ഇതര ക്രൈസ്തവർക്കും പ്രചോദനമായിരിക്കുകയാണ്. കൊല്ലപ്പെട്ടവർ ദൈവത്തിനു വേണ്ടിയാണ് തങ്ങളുടെ ജീവിതം സമർപ്പിച്ചതെന്നും അതിനാൽ തന്നെ ഭാര്യയെ നഷ്ടപ്പെട്ട അവസ്ഥയിലും കത്തോലിക്കനായിരിക്കുന്നതിൽ താൻ അഭിമാനിക്കുന്നുവെന്നും പ്രിങ്ത പറഞ്ഞു. First of all, still I am saying we are proud to be a Catholic. That is definitely. In my condition, still I can say I am proud to be a Catholic. See, God, they dedicated their life. Those who pass, including my wife, they dedicated for God. സ്ഫോടനത്തിൽ ക്രൈസ്തവരുടെ വിശ്വാസം ചിതറിക്കപ്പെടുകയല്ല, ശക്തിപ്പെടുകയാണ് ചെയ്തതെന്ന് സ്ഫോടന സമയത്ത് ദിവ്യബലി അർപ്പിച്ചിരുന്ന ഫാദർ ഷാമിർ പറഞ്ഞു. Because of this attack, the faith of the people were not scattered, but it was really strengthened, and we can see now people come in big rallies for the services, for the holy mass as they receive communion, and I think there is a sort of increasement in the number of the faithful attending, participating to the services. ആഗോള സഭയുടെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ശ്രീലങ്ക സന്ദർശനത്തിനെത്തിയ എയ്ഡ് ടു ദി ചർച്ച് ഇൻ നീഡ് എന്ന സംഘടനയുടെ അന്താരാഷ്ട്ര കാര്യാലയവും ശ്രീലങ്ക വിശ്വാസികളുടെ പതറാത്ത വിശ്വാസത്തിൽ മതിപ്പ് പ്രകടിപ്പിച്ചു. അതേസമയം ദുരന്തത്തെ അതിജീവിക്കാൻ ക്രൈസ്തവ സമൂഹങ്ങൾക്കായി പുതിയ പദ്ധതികൾ രൂപീകരിക്കേണ്ടത് അനിവാര്യമാണെന്ന് സംഘടന വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.